റിൻസ്റ്റക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ PV412 എന്ന് പറഞ്ഞൊരു മോഡൽ പവർ സപ്ലൈയുടെ സർവീസാണ്. 400 വാട്ട്സ് പവർ സപ്ലൈ ആണ്. ഈ പവർ സപ്ലൈയിൽ നമ്മൾ ഇൻവെർട്ടറുകൾക്ക് ഉപയോഗിക്കുന്ന PWM കൺട്രോളർ IC ഉപയോഗിക്കുന്നുണ്ട്. ഈ പവർ സപ്ലൈൻ്റെ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് അത് ഇൻവെർട്ടറുകളിലും കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന IC ആണ്. അപ്പം ആ IC ചെക്ക് ചെയ്തിട്ട് ഈ പവർ സപ്ലൈൻ്റെ പ്രൈമറി സെക്കൻഡറി വോൾട്ടേജുകൾ എന്താണ് കുറവുകൾ, എന്താണ് ഫോൾട്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടിപ്സ് ഇതിലുണ്ട്. വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്ത് കാണുക. ഈ ബോർഡ് ഞാനിന്ന് അയച്ചിട്ടുണ്ട്. ഈ ബോർഡിൽ നമുക്ക് കാണാം പവർ കപ്പാസിറ്റർ 150 മൈക്രോഫാരഡിൽ 400 വോൾട്ട് കപ്പാസിറ്ററാണ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ പൊട്ടിയാൽ പൊതുവായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന് മുമ്പിൽ വരുന്ന ബ്രിഡ്ജിൻ്റെ AC വരുന്ന ഒരു ഭാഗവും, അത് ഫേസിൻ ന്യൂട്രൽ നമ്മൾ കൊടുക്കുന്നില്ലേ, ആ ഒരു ഭാഗവും ബ്രിഡ്ജിൻ്റെ ഔട്ടിൽ പോസിറ്റീവായിട്ട് നമുക്ക് DC ഔട്ട് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് കണക്റ്റ് ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളതിൽ ഫ്യൂസ് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഫ്യൂസ് കെട്ടിയിട്ട് രണ്ടാമതും സീരീസ് ബോർഡിലിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഓൺ ആക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിൽ 2 NTC കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്യൂസ് 2 NTC ആണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കണ്ടിന്യൂറ്റി മുകളിലിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് ഷോർട്ട് ഉള്ളതെന്ന്. മൾട്ടിമീറ്ററിനെ ബസർ മോഡിലിട്ട് ഡയോഡ് പൊസിഷനിലിട്ടിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. ഇനി ഈ ബോർഡിലെ മറ്റുള്ള കമ്പോണൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന്. ബോർഡിൽ വരുന്ന മറ്റ് കമ്പോണൻറ്റിലാണ് ഈ കപ്പാസിറ്റർ നേരെ വരുന്നത്. ലൈനിൽ തന്നെ വരുന്ന 2 സ്വിച്ചിങ് മോസ്ഫെറ്റുകളാണ് വരുന്നത്. N ചാനൽ മോസ്ഫെറ്റാണ്. അടുത്ത് വരുന്നത് 2 ഫുൾ വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് വന്നത്. സ്കൂട്ട് കീ ഡയോഡ് എന്ന് പറയും, സ്കൂട്ട് കീ റെക്ടിഫയർ എന്ന് പറയും അതിന്. അപ്പം ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മോസ്ഫെറ്റിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് കറക്റ്റ് ഒരു പ്രോപ്പറായിട്ടുള്ളത് കിട്ടില്ല. പക്ഷേ ലോ വാല്യൂ ആണ് കാണിക്കണമെങ്കിൽ നമ്മൾ മോസ്ഫെറ്റ് അഴിച്ച് തന്നെ ചെക്ക് ചെയ്യണം. ഷോർട്ടോ അല്ലെങ്കിൽ ലോ വാല്യൂ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരും മോസ്ഫെറ്റ്. അപ്പോൾ ഇതിലിപ്പോൾ റീഡിങ് മോസ്ഫെറ്റിൻ്റെ എത്രയാണോ കാണിക്കുന്നത് അതേ കറക്റ്റ് റീഡിങ് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്നില്ല. അടുത്തത് സെക്കൻഡറി സെക്ഷനിൽ വരുന്ന ബ്രിഡ്ജാണ്. ഇതിന് നമുക്ക് ബ്രിഡ്ജിൻ്റെ 2 ആനോഡ് സൈഡ് ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടാണ് കാണിക്കുക. കാരണം വെച്ചാൽ SM ട്രാൻസ്ഫോമറിലേക്ക് കയറി അതിൻ്റെ SM ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിലാണ് വരുന്നത് 2 ഭാഗങ്ങൾ, 2 ആനോഡ്. അപ്പം ഷോർട്ടാണ് കാണിക്കുക. ആനോഡും കാഥോഡും തമ്മിൽ ഷോർട്ട് കാണിക്കാതെ ഇരുന്നാൽ മതി. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് കാണിക്കണം മാത്രം അഴിച്ച് വയ്ക്കുക. ഇനി ഔട്ട്പുട്ട് സെക്ഷനിൽ വരുന്ന ഫിൽട്ടർ കപ്പാസിറ്ററിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതും ചാർജിങ് ഡിസ്ചാർജിങ് നമുക്ക് ഈസി ആയിട്ട് കാണിക്കുന്നുണ്ട്, ഷോർട്ട് കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പ്രൈമറി സെക്ഷനിൽ വരുന്ന 230 വോൾട്ടിൽ വരുന്ന ബ്രിഡ്ജ് റെക്ടിഫയറിനെയും ഈ ബ്രിഡ്ജ് റെക്ടിഫയറിന് അഴിച്ചിട്ട് നമുക്ക് ആദ്യം ചേഞ്ച് ചെയ്യാം. ബ്രിഡ്ജ് റെക്ടിഫയർ, കപ്പാസിറ്റർ, ഷോർട്ടുള്ള 2 സംഭവങ്ങളും അഴിച്ച് ചെക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂറ്റി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം.
നെഗറ്റീവും എ സിയുടെ ഇൻപുട്ട് കൊടുക്കുന്ന ന്യൂട്രലും ആണ് ഇതിൽ കണ്ടിന്യൂറ്റി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോൾട്ട് വരും. കപ്പാസിറ്റർ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ 100% ഷോർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ ഒരെണ്ണം ഇതിലേക്ക് പുതിയൊരു ബ്രിഡ്ജ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഉണ്ട് കേട്ടോ കറക്റ്റ് പൊളാരിറ്റി ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രിൻറ്റിലും ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റി ഉണ്ട്. ഡി സി ഔട്ട് പൊളാരിറ്റി പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ച് തന്നെ ഇതിടാൻ നിൽക്കുക. ഇതിലെ ഫ്യൂസാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫ്യൂസ് ഒരു ചെറിയ വളരെ കനം കുറഞ്ഞൊരു കോപ്പർ വയർ ഉപയോഗിച്ച് ഫ്യൂസ് കണക്ട് ചെയ്യണം. വളരെ കനം കുറഞ്ഞ, കാരണം കട്ടിയോട് കൊടുക്കരുത്. നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് വളരെ കനം കുറഞ്ഞൊരു കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് ഫ്യൂസിനെ കണക്ട് ചെയ്യാം. ഇനി ഡയോഡിൻ്റെ ഫ്യൂസിൻ്റെയും കണ്ടിന്യൂറ്റി ഡയോഡിന്ന് ഇൻപുട്ട് ലൈനിലേക്കുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ലൈവ് ആക്കുക. സീരീസ് ബോർഡിലിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക ആദ്യം. അപ്പോൾ ഇതിലൊന്നും ഷോർട്ട് ഇല്ല എന്നുള്ളതിന് നമുക്ക് ഇത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുന്നതാണ്. നമുക്ക് സീരീസ് ബോർഡിലിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. അതിന് ഇതിൽ ലൈൻ കൊടുക്കുന്ന ഭാഗമാണത്. ഇത് ഫേസായിട്ടും ന്യൂട്രലായിട്ടും തന്നെ മാക്സിമം കണക്ട് ചെയ്യുക. അതിനാണ് ഈ പവർ സപ്ലൈ ബോർഡിൽ NA L എന്ന് പ്രത്യേകം മാർക്ക് ചെയ്യുക. അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം SMPS സർക്യൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ പൊളാരിറ്റി തന്നെ അതിൽ വോൾട്ട് കിട്ടിയാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വർക്കിംഗ് വരുള്ളൂ. നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്യാം. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് 11 വോൾട്ട്. ഒരു പ്രാവശ്യം കൂടെ SMPS ഓഫ് ചെയ്ത്
ഓൺ ചെയ്ത് വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. ഈ ബോർഡിനെ കുറിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനെ ഓണാക്കി നമുക്ക് വോൾട്ടേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ വോൾട്ടേജ് കിട്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ മോസ്ഫെറ്റിൻ്റെ ഓസിലേഷൻ വോൾട്ടേജ് ആണിത്. ഡ്രെയിനിൽ നിന്നുള്ള സ്വിച്ചിങ് മോസ്ഫെറ്റിൻ്റെ 374 വോൾട്ട്. സോഴ്സ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് വോൾട്ട് നമുക്ക് കിട്ടില്ല, കാരണം പോയിൻ്റ് അതിലേക്ക് നിങ്ങൾക്ക് മൾട്ടിമീറ്റർ നോക്കിയാണ് ഗേറ്റ് സ്വിച്ചിങ് ആവുന്നത്, മോസ്ഫെറ്റ് സ്വിച്ചിങ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് കേട്ടോ മോസ്ഫെറ്റ് സ്വിച്ചിങ് ആവുന്നത്. നമുക്ക് ഓസിലോസ്കോപ്പൊന്നും ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ആണ്. ഒന്നുകൂടെ കാണിക്കാം. മൾട്ടിമീറ്റർ 20 വോൾട്ടിലേക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത് DC. മോസ്ഫെറ്റിൻ്റെ സ്വിച്ചിങ് ആണ്. മോസ്ഫെറ്റ് ഓൺ ഓഫ് ആവുന്നത് കറക്റ്റ് നമുക്ക് കാണാം. ഇതിലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്കിതിൻ്റെ ഡ്രൈവ് IC ഉണ്ട്. UC 384842 3842 എന്ന് പറയുന്ന PWM കൺട്രോളർ IC ആണ്. ഈ കൺട്രോളർ ICൻ്റെ ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് കൂടെ നമുക്കൊന്ന് ഇതിൽ മെഷർ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാലിൽ വേരിയബിൾ ആയിട്ടുള്ളൊരു വോൾട്ടേജ് നമുക്ക് വരുന്നത് 67 സംതിങ്. രണ്ടാമത്തെ കാലിൽ 1.1, മൂന്നാമത്തെ കാലിൽ 0.8, നാലാമത്തെ കാലിൽ വരുന്നത് 2.58, അഞ്ചാമത്തെ ഗ്രൗണ്ടാണ്, ആറാമത്തെ ലെഗിൽ 0.30 വോൾട്ട്, ഏഴാമത്തെ ലെഗിൽ വരുന്ന 19 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 8ൽ 2.17 വോൾട്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ഒപ്റ്റോ കപ്ലറിൻ്റെ സെക്കൻഡറി നോക്കി നോക്കാം. സ്വിച്ചിങ് ആവുന്നൊരു വോൾട്ട് നമുക്ക് 0.58 സംതിങ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒപ്റ്റോ കപ്ലറിൻ്റെ പ്രൈമറി സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് 9 വോൾട്ട് 10 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് പിന്നെ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്തതാണ്. 9 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ബോർഡിലെ വോൾട്ടേജ്. അപ്പോൾ ഞാൻ ഈ ബോർഡ് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കുകയാണ്. ആ ബോർഡിനെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ICനെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. UC 3842 എന്ന് പറഞ്ഞ ഒരു PWM ടൈമർ IC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സീരീസിൽ വരുന്ന കുറേ ICകളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ PWM സ്വിച്ചിങ്ങിന് വേണ്ടി ഇൻവെർട്ടറിൽ ഉപയോഗിക്കും. പവർ സപ്ലൈക്ക് മോസ്റ്റ്ലി പവർ സപ്ലൈയിൽ അധികം വരുന്നത് ഈ സീരീസിലുള്ള ICകളാണ്. ഇതിൻ്റെ ഒന്നാമത്തെ ലെഗിൽ നമുക്ക് 0.5 വോൾട്ട് കിട്ടി. 5.3 അങ്ങനെ വോൾട്ടേജുകൾ ഈ ഒന്നാമത്തെ ലെഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒപ്റ്റോ കപ്ലറിൻ്റെ ഫീഡ്ബാക്ക് വോൾട്ടേജ്.
രണ്ടാമത്തെ ലെഗിൽ 1.1 വോൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് VFB എന്ന് പറയും. വോൾട്ടേജ് ഫീഡ്ബാക്ക് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ IC സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എട്ടാമത്തെ കാലിൽ വരുന്ന 2.1 വോൾട്ട് വോൾട്ടേജ് റിഫറൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജാണ്. ഈ ICയുടെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഈ IC ഇതേപോലത്തെ SMPS വന്നാൽ നമുക്ക് പെട്ടെന്ന് SMPSൻ്റെ സെക്കൻഡറിയും പ്രൈമറിയും ഈ ഒറ്റ ICയിലുള്ള വോൾട്ടേജ് നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സിമ്പിളായിട്ട് നമുക്ക് ഫോൾട്ട് കണ്ടെത്താൻ കഴിയും. ചില SMPS ഭയങ്കര തലവേദനയായിട്ട് നമുക്ക് മാറാറുണ്ട് ചില സർവീസിങ്ങിൽ. അപ്പോൾ ഈ IC വെച്ച് വരുന്ന ഈ IC എന്ന് വെച്ചാൽ ഈ 38442 അല്ലാതെ 404344 അങ്ങനെയൊക്കെ കുറേ സീരീസിൽ ഈ സെയിം സർക്യൂട്ടായിരിക്കും. ഓപ്പറേറ്റീവ് വോൾട്ടേജ് മാത്രം വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഈ IC ചെക്ക് ചെയ്യുന്ന ഒരു രീതി, ഇപ്പോൾ ഞാൻ നേരത്തെ അതിൽ വോൾട്ടേജ് മെഷർ ചെയ്ത് കാണിച്ചു. നമുക്ക് ഇങ്ങനത്തെ ഒരു സർക്യൂട്ട് അതായത് ഒരു ബോർഡ് കിട്ടുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മോസ്ഫെറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ആദ്യം മോസ്ഫെറ്റ് നമ്മൾ അഴിച്ച് തന്നെ ചെക്ക് ചെയ്യണം. ഓക്കെ, രണ്ട് മോസ്ഫെറ്റ് നമ്മൾ അഴിച്ച് തന്നെ ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ ബ്രിഡ്ജ് റെക്ടിഫയറും ബാക്കിയുള്ള ഫ്യൂസൊക്കെ റെഡി ആണെങ്കിൽ, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ കപ്പാസിറ്റർ നമ്മൾ ചെക്ക് ചെയ്യും. ഈ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ 320 വോൾട്ട് ലോഡായിരിക്കും. കാരണം ഇത് സ്വിച്ചിങ് ആവുന്നില്ലല്ലോ, പവർ സപ്ലൈ ഓൺ ആകാത്തതിന് ലോഡായിരിക്കും. അങ്ങനെയുള്ള ഇതാണെങ്കിൽ ഇതിന് നമ്മൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ മോസ്ഫെറ്റിന് ഊരി ചെക്ക് ചെയ്യുക. മോസ്ഫെറ്റ് പോയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ബോർഡ് ലൈവ് ഓണാക്കിയിടുക. ഓണാക്കിയിട്ടിട്ട് ഇതിൻ്റെ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്കൂട്ട് കീ ഡയോഡ് വരുന്നുണ്ട്. ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഈ റെക്ടിഫയർ ചെക്ക് ചെയ്യുന്ന രീതി ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പ്രോബുകൾ ഇങ്ങനെ ഒരു ടെർമിനലിൽ വെക്കുമ്പോൾ ഷോർട്ട് കാണിക്കരുത്, അഴിച്ച് തന്നെ ചെക്ക് ചെയ്യണം. കാരണം ഈ ബോർഡിലിട്ടിട്ട് ഈ റെക്ടിഫയർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ SM ട്രാൻസ്ഫോമറിൻ്റെ ഒരു വൈൻഡിങ് കണ്ടിന്യൂറ്റി നമുക്ക് ഇതിൽ കാണിക്കും. അപ്പോൾ നമ്മൾ ഷോർട്ടാന്ന് വിചാരിക്കും. പിന്നെ ഈ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാം, ഫിൽറ്റർ കപ്പാസിറ്റർ. ഇത്ര ഓക്കെ ആണെങ്കിൽ, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് വരാത്തൊരു കംപ്ലൈൻ്റ് ആണ് വരുന്നതെങ്കിൽ ICയുടെ ഞാൻ പറഞ്ഞില്ലേ ഈ റിഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ എട്ടാമത്തെ ടെർമിനലിൽ വരുന്ന റിഫറൻസ് വോൾട്ടേജ് 2.1 വോൾട്ട് ചെക്ക് ചെയ്യാം. ICയിലേക്ക് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ ഈ 3 വോൾട്ടും കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യുക. ഈ 3 വോൾട്ടും ഏതെങ്കിലും, അതായത് ഒപ്റ്റോ കപ്ലറിൻ്റെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഈ RTCT ഈ 2.5 വോൾട്ടോ ഒന്നും വരുന്നില്ല എങ്കിൽ, മോസ്ഫെറ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ മറ്റൊന്നും ചെക്ക് ചെയ്യാൻ പോകണ്ട. ഈ SM ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് സ്വിച്ചിങ് വരാത്തത്. ഓക്കെ, അപ്പോൾ ഈ IC വെച്ച് തന്നെ നമുക്ക് ഈ ഒറ്റ ICയിൽ വോൾട്ടേജുകൾ മെഷർ ചെയ്തുകൊണ്ട് തന്നെ ഇൻപുട്ട് കംപ്ലൈൻറ്റ് നമുക്ക് കണ്ടെത്താം. ഇതാണ് ഇതിലത്തെ ഏറ്റവും വലിയ ഒരു ഈ ICൻ്റെ മുകളിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് വോൾട്ടേജ് 0.32 സംതിങ് ആണ് വരിക. അത് വേരിയബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു ചെറിയ പവർ സപ്ലൈ ചെക്ക് ചെയ്യാൻ വേണ്ടി വലിയ 10,000 രൂപ മുടക്കിയിട്ട് ഓസിലോസ്കോപ്പ് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഈ ഗേറ്റ് വോൾട്ടേജ് എന്തായാലും 20 വോൾട്ടിൻ്റെ മുകളിലേക്ക് വരില്ല. അപ്പോൾ 20 വോൾട്ടിലിട്ടിട്ട് ഈ ടെർമിനലിൽ നമ്മൾ മൾട്ടിമീറ്റർ പ്രോബ് വെക്കുകയാണെങ്കിൽ, ആ ഗേറ്റ് സ്വിച്ചിങ് നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, ഞാൻ പറഞ്ഞ ICയുടെ ഇത്രയും റിഫറൻസ് വോൾട്ടേജ്, ഈ ICൻ്റെ ചുറ്റും കണ്ടുപോകാനും ഹൈ വോൾട്ടേജ് ഒന്നുമില്ല. അതുകൊണ്ട് റെസിസ്റ്റൻസും കപ്പാസിറ്റേഴ്സിനൊക്കെ പോകാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും നമ്മൾ IC ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടുതൽ റെസിസ്റ്റൻസും കപ്പാസിറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിലത്തെ ഈ SMPS ഈസി ആയിട്ട് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുക. അടുത്തത് വരുന്നത് ഇതിൻ്റെ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ IRFP 3207Z എന്ന് പറഞ്ഞ മോസ്ഫെറ്റാണ്. ഇതിൻ്റെ ഒന്നാമത്തെ ടെർമിനൽ എന്ന് പറഞ്ഞത്
ഗേറ്റ്, രണ്ടാമത്തെ ഡ്രെയിന്, മൂന്നാമത്തെ സോഴ്സ്. ഇപ്പോൾ ഇതിൻ്റെ ഡ്രെയിൻ വോൾട്ടാണ് നമുക്ക് 389 വോൾട്ട് നമുക്ക് കിട്ടിയത്. അത് ബോർഡിൽ വരുമ്പോൾ കേട്ടോ. ഈ 389 വോൾട്ട് കിട്ടിയിട്ടും ഔട്ട്പുട്ട് നമുക്ക് വരുന്നില്ല. സ്വിച്ചിങ് ആവുന്നുണ്ട്, പക്ഷേ ഔട്ട്പുട്ട് നമുക്ക് വേരിയേഷൻ വരുന്നുണ്ട്. വോൾട്ടേജ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ 4ാമത്തെ ടെർമിനലിലുള്ള RTCT എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജ് 2.5 വോൾട്ടിൽ കുറവായിരിക്കും വരുന്നത്. സോഴ്സ് വോൾട്ടേജ് ഡ്രെയിൻ ടു സോഴ്സ് നമുക്ക് റെസൊണൻസ് നോക്കുകയാണെങ്കിൽ 3.6 മെഗാ ഓം ആണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്ന് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 10 വോൾട്ടാണ്. ഓക്കെ, ഇത് ഡിസൈൻ അനുസരിച്ച് ഈ വോൾട്ടേജ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് പറയുന്നു മാത്രമേ ഉള്ളൂ. അടുത്ത നമുക്കുള്ള സ്കൂഡ്കി റെക്ടിഫയർ. അപ്പോൾ ഈ റെക്ടിഫയർ ചെക്ക് ചെയ്യുന്ന രീതി ഞാനൊന്ന് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് തീരെ അറിയാത്ത ഒരാൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. റെക്ടിഫയർ അതിലുള്ള റെക്ടിഫയർ MBRF 30100 CT എന്ന് പറഞ്ഞ റെക്ടിഫയറാണ്. ഈ റെക്ടിഫയറിൻ്റെ MBRF 30100 CT എന്ന റെക്ടിഫയർ ഇങ്ങനെയാണ് വരിക. അതിൻ്റെ രൂപം, ഇന്നർ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. രണ്ട് ആനോഡ്, ഒരു കാഥോഡ്. ഓക്കെ, ഇത് 10 ആംപിയർ ആണ് വരിക. ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ 10 ആംപിയർ, ഔട്ട്പുട്ട് 20 ആംപിയർ ആണ്. ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് 100 വോൾട്ട് സംതിങ് ആയിരിക്കും. ഇതിൻ്റെ ബ്രേക്കിംഗ് വോൾട്ടേജ് കേട്ടോ, റിവേഴ്സിങ് ബ്രേക്കിംഗ് വോൾട്ടേജ് അത്രയാണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ആ ഡയോഡിൻ്റെ രൂപം. അപ്പോൾ ഈ ഡയോഡ് ഒന്ന് ചെക്ക് ചെയ്യുന്ന രീതിയും കൂടെ ഞാനിതിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മോസ്ഫെറ്റും നമുക്ക് ചെക്ക് ചെയ്യുന്ന രീതിയും കൂടെ ഞാൻ അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇത് ഫുൾ വേവ് ഒരു റെക്ടിഫയർ ആണത്. ഇതാണ് ഞാൻ പറഞ്ഞ ഡയോഡ്, ഔട്ട്പുട്ടിൽ ഉപയോഗിക്കുന്ന ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഇതിനെ ചെക്ക് ചെയ്യുന്ന രീതി ഇതാണ്. ഇതിൻ്റെ സ്ട്രക്ചർ ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ 2 ആനോഡ്, ഒരു കാഥോഡ്, ഇങ്ങനെയാണ് വരിക. അത് ചെക്ക് ചെയ്യുന്നത് നമ്മളത് ഇതിനെ റിവേഴ്സ് ബയാസിങ്ങിൽ, കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഇതിൻ്റെ ഫോർവേഡ് ബയാസ് വെക്കുമ്പോൾ റീഡിങ് കാണിക്കുന്നതാണ് 561. അടുത്തതിലും റീഡിങ് കാണിക്കാം. അപ്പം റിവേഴ്സ് ബയാസിൽ വെക്കുമ്പോൾ റീഡിങ് ഒന്നും കാണിക്കരുത്. ഇങ്ങനെയാണ് ഈ ഡയോഡ് ചെക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ 2 ഡയോഡ് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മോസ്ഫെറ്റിനെ ഒന്ന് ഓണാക്കി നോക്കാം. സ്വിച്ചിങ് ഇപ്പോൾ ബസർ അടിക്കുന്ന കാണാം. ഇത് ഓണായിട്ടുണ്ട് മോസ്ഫെറ്റ്. ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്യാം. 490, ഇത് നല്ലൊരു മോസ്ഫെറ്റാണ്. ഇതിന് റീഡിങ് കിട്ടുന്നത് 490. അപ്പോൾ 490 500 സംതിങ് ആയി കിട്ടും. ഒന്നുകൂടെ ഓണാക്കിയാൽ അപ്പോൾ സ്വിച്ചിങ് ഓൺ ആയിരിക്കും. അത് മോസ്ഫെറ്റ് സ്വിച്ചിങ് ആവുന്നില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും മോസ്ഫെറ്റിൽ റീഡിങ്ങിൽ ലോ റീഡിംഗ് ആണ് കാണിക്കുന്നത്, മാറ്റിയിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം.